നോക്കാം. വയനാട്ടിൽ നിന്ന് CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏറനാട് മണ്ഡലത്തിലെ ഒതായിലാണ് CV അനുമോദ് ഇപ്പോൾ ഉള്ളത്. അനുമോദ്, അവിടെ ഏറ്റവും കൂടുതൽ പോളിംഗ് വയനാട്ടിലെ തന്നെ ഏറനാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി ഏറ്റവും കൂടുതൽ പോളിംഗ് ഏറനാട് രേഖപ്പെടുത്തുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രം അവശേഷിക്കുമ്പോൾ കൂടുതൽ പേർ എത്തുന്നുണ്ടോ? ഉച്ചയ്ക്കുണ്ടായിരുന്ന ഒരു ചെറിയ ആലസ്യം അത് വിട്ടുമാറി കൂടുതൽ പേർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടോ? രേണുക, രാവിലത്തെ ഒരു തിരക്ക് കണക്കാക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം വളരെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 57.29 പോളിംഗിന്റെ കണക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം പോൾ ചെയ്തിരിക്കുന്നത് വനിതാ വോട്ടർമാരാണ്. 59.56% വനിതാ വോട്ടർമാരും 54.96 പുരുഷ വോട്ടർമാരും ഇതുവരെ പോളിംഗ് സംവിധാനവശം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെ തന്നെ UDF ഈ ഒരു മണ്ഡലത്തിൽ പ്രചരണം നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ പോളിംഗിലെ കുറവ് അവരുടെ സ്വപ്നങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയത്തിന്റെ കരുതലുകൾ ഉയർത്തുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഗതി നോക്കുകയാണെങ്കിൽ 70% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്താൻ ഉള്ള സാധ്യത ആണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് പോകുന്നത് സാധ്യത കുറവാണ്. ഒന്നുകിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലെ 73-74% ഒതുങ്ങാനുള്ള ഒരു സാധ്യത അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ UDF പ്രതീക്ഷിക്കുന്നത് പോലെ 5 ലക്ഷത്തിന്റെ വലിയ ഭൂരിപക്ഷമൊന്നും പ്രിയങ്ക ഗാന്ധിക്ക് നേടാനാകുകയില്ല. അതേസമയം പോളിംഗ് ശതമാനത്തിലെ കുറവ് എത്ര കണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാവിലെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് എല്ലായിടത്തും മന്ദഗതിയിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെ മുതൽ ഈ ഒരു കാര്യവും നമ്മൾ നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നതാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ പ്രവാസി വോട്ടുകൾ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്രത്തോളം പ്രവാസി വോട്ടുകൾ ഇവിടെ പോൾ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം കണക്കാക്കുവാൻ. അത് നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം ഏറെക്കുറെ വലിയ അത്ഭുതങ്ങൾക്ക് ഇവിടെ വയനാട്ട് സ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രചരണത്തിലെ UDFന്റെ ആവേശം പൂർണ്ണമായിട്ടും പോളിംഗിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് പര്യാപ്തമായിരുന്നില്ല എന്ന് ഈ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്താണെങ്കിലും ഇനി ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റുമൊക്കെയാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം പരമാവധി 70 അല്ലെങ്കിൽ 75 അതിലേക്ക് ഒതുങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു. രാഹുൽ ആദ്യം മത്സരിക്കാൻ എത്തിയപ്പോൾ 80% പുറത്തേക്ക് പോളിംഗ് ശതമാനം എത്തി. അത് വലിയ ഭൂരിപക്ഷത്തിലേക്കും എത്തി. കേരളത്തിലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തി. പക്ഷേ രണ്ടാമതായപ്പോൾ അത് പോളിംഗ് കുറയുന്നതാണ് നമ്മൾ കണ്ടത്. അത് പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ആകെ പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി കുറഞ്ഞു എന്ന് കരുതാം. ഇതിപ്പോൾ 7 മാസത്തിനിടയിൽ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വരുന്നു. അത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണം നടന്നിട്ടുണ്ട്. അത് ആളുകളെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാകുമോ? അത് ഒരു തരത്തിൽ പോളിംഗ് കുറയാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ടോ? തീർച്ചയായും അതും ആ പ്രചരണവും ഒരു തരത്തിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അത് ആ ഒരു പ്രചരണം ഈ പോളിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതായിട്ട് വരും. വയനാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 70-നും 75-നും ഇടയിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നതാണ് ഈ മണ്ഡലം രൂപീകരിച്ച സമയം 2009 മുതൽ നമ്മൾ കാണുന്ന ഒരു രീതി. അതിന് വ്യത്യസ്തമായത് 2019-ൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ മാത്രമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വയനാട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഒരേപോലെ സ്വീകരിച്ചതിന്റെ കൂടി തെളിവായിരുന്നു 80% എന്ന വലിയ പോളിംഗ് നിരക്ക്. അതാണ് അദ്ദേഹത്തിന് 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാഹചര്യങ്ങൾ മാറി. വീണ്ടും വയനാട് അതിന്റെ സാധാരണ പോളിംഗ് മാത്രം രേഖപ്പെടുത്തി. ഈ ഉപതെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ സാധാരണ പോളിംഗോ അല്ലെങ്കിൽ അതിന് താഴേക്കോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് വലിയ അത്ഭുതങ്ങളൊന്നും UDFന് പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു ഭൂരിപക്ഷമൊന്നും ഈ പോളിംഗ് നിരക്ക് പ്രകാരം സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തേണ്ടി വരും.
അത് അങ്ങനെ ആകണമെന്നല്ല, വിലയിരുത്തേണ്ടി വരും. ഒരുപക്ഷെ ഈ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന തരത്തിലുള്ള പ്രചാരണം, അതേപോലെ തന്നെ 7 മാസത്തിനിടെ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ വയനാട് നേരിട്ട ദുരന്തങ്ങൾ, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പ്രവാസി വോട്ടുകളിൽ വരുന്ന കുറവ്, അങ്ങനെ പല ഘടകങ്ങൾ ഈ ഒരു പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പോൾ ചെയ്ത വോട്ടുകളിൽ അധികവും വനിതകളുടേതാണ് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ വനിതകളുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടാക്കാൻ ഈ UDFന്റെ പ്രവർത്തനം കൊണ്ടും അതോടൊപ്പം തന്നെ 2 വനിതാ സ്ഥാനാർത്ഥികൾ അവരുടെ സാന്നിധ്യം കൊണ്ടും സാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാണെങ്കിലും അന്തിമ കണക്കുകൾ വന്നതിന് ശേഷം നമുക്ക് ഇക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തമായിട്ടുള്ള ചില വിലയിരുത്തലുകൾ നടത്താൻ സാധിക്കും. നിലവിലെ അവസ്ഥയിൽ രാവിലെ ഉണ്ടായിരുന്ന ഒരു വേഗത വയനാട് പോളിംഗിലില്ല എന്ന് തന്നെയാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്.